ഒന്നാമത്തെ സാലഭഞ്ജിക പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അല്ലയോ ഭോജരാജാവേ, അങ്ങ് വലിയ രാജാവാണ്, മഹാനാണ്, പ്രജാവത്സലനാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ അങ്ങ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഭോജരാജാവ് ആ പ്രതിമയുടെ നേരെ നോക്കി ഇങ്ങനെ ചോദിച്ചു. അതിനു മുൻപ് പറയൂ, നീ ആരാണ്? മഞ്ജരി എന്നാണ് എൻ്റെ പേര്. ഞാനും ഈ പടികളിലെ മറ്റു പ്രതിമകളും സിംഹാസനത്തിൻ്റെ കാവൽക്കാരാണ്. ആവട്ടെ, ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുക എന്നത് വലിയ സാഹസമാണെന്ന് നീ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ്? ഭോജൻ ചോദിച്ചു. അത് ശരി, അങ്ങേക്ക് ഇതേപ്പറ്റിയൊന്നും അറിവില്ല അല്ലേ? സ്വർഗവാസികൾ പോലും ആരാധനയോടും തെല്ല അസൂയയോടും നോക്കി നിൽക്കുന്ന മഹാസിംഹാസനമാണിത്. വിശ്വവിജയി രാജാതിരാജൻ വീരാതിവീരൻ പണ്ഡിത കുലതിലകം പ്രജാനാം പ്രിയൻ ശ്രീ വിക്രമാദിത്യ ചക്രവർത്തി വാണരുളിയ സിംഹാസനത്തിലാണ് അങ്ങ് ആരോഹണം ചെയ്യാൻ തത്രപ്പെടുന്നത്. അങ്ങേക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് മതിയായിരുന്നു ഈ സാഹസം. വിക്രമാദിത്യൻ, ആ പേര് സദസ്സിലാകെ മാറ്റൊലി കൊണ്ടു. സിംഹാസന ആരോഹണത്തിനെത്തിയ ദശസഹസ്രം ജനങ്ങൾ ശ്വാസമടക്കി നിന്നുപോയി. ഭോജരാജൻ വിശ്വാസം വരാത്ത മട്ടിൽ സാലഭഞ്ജികയെ നോക്കി. ആരാണ് ഈ വിക്രമാദിത്യൻ? ഏതു കാലത്താണ് അദ്ദേഹം ഈ നാട് വാണിരുന്നത്? വിക്രമാദിത്യ ചക്രവർത്തിയെപ്പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ഭോജൻ ആഗ്രഹം വർദ്ധിച്ചു. പ്രതിമ ആ ചരിത്രത്തിലേക്ക് കടന്നു.